ഇന്ന് നമുക്കൊരു മീനച്ചാർ ഉണ്ടാക്കുന്നത് കണ്ടാലോ. അതിലേക്ക് വേണ്ട മീൻ ഞാൻ എടുത്തിരിക്കുന്നത് ചൂരയാണ്. ചൂരമീൻ വെട്ടി വൃത്തിയാക്കി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് കായപ്പൊടി. ഈ പൊടികളെല്ലാം കൂടെ മീനുമായിട്ട് പുരട്ടി 5 മിനിറ്റ് വെക്കുക. ചീനിച്ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നതിന് ശേഷം പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കുക. ഞാനിവിടെ അച്ചാറിടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നല്ലെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ അച്ചാറിടും, എന്നാലും നമ്മൾ അച്ചാർ കേടാവാതിരിക്കാനായിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. അങ്ങനെ മീൻ മൂത്ത് വന്നിട്ടുണ്ട്, അത് നമുക്ക് കോരിയെടുക്കാം. ബാക്കി ഉള്ള മീനും കൂടെ നമുക്ക് ഇതിനകത്തോട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. ആ എണ്ണയിൽ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി മൂപ്പിച്ചെടുക്കണം. മൂത്ത് വന്നതിലോട്ട് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് അത് മൂപ്പിച്ചെടുക്കുക. ഈ മൂപ്പിച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പില ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു കഷ്ണം കുടംപുളി, കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിക്കുക. പിന്നെ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് നല്ലപോലെ അരച്ച് എടുക്കുക. ആ വറുത്തെടുത്ത എണ്ണയിലോട്ട് തന്നെ കടുകും ഉലുവയും കൂടെ ഇട്ട് പൊട്ടിക്കുക. പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി എടുക്കുക. അതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. ആ അരപ്പെല്ലാം കൂടെ മീൻ കഷ്ണത്തിലോട്ട് പിടിച്ച് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. കറിവേപ്പിലയും കൂടെ കുറച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.